നമസ്കാരം, ഞാൻ ഹർഷ സണ്ണി, മിസസ് കേരള ഗ്ലോബൽ 2025 ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു പാജൻ്റ് ആയിരുന്നു മിസസ് കേരള ഗ്ലോബൽ 2025 എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കയറിയിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റേജും മിസസ് കേരളയുടെ ഈ ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിന് ഒരു പ്രൈസ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയൊന്നും അല്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കണം, അതിൽ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പാജൻറ്റിന് പങ്കെടുക്കുന്നത്. പ്രൈസ് ഒന്നും കിട്ടില്ല എന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ഫാമിലിനെയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയോ ആരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് ആ ഒരു പേര് അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മോനോ എൻ്റെ ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും എനിക്ക് വേണ്ടി കൈയടിക്കാൻ അവരുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റിവെക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുക, സ്വപ്നം കാണുക. ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ അത് നടന്നിരിക്കും എന്നുള്ളതിനുള്ളൊരു എക്സാമ്പിളാണ് എൻ്റെ കാര്യം എന്ന് പറയുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഈവൻ എൻ്റെ ഫാമിലി പോലും ഇങ്ങനെ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു മോഡലിംഗ് ചെയ്യുന്നതിന് വലിയ സപ്പോർട്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മളിങ്ങനെ ഒരു പ്രൈസ് കിട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എഫേർട്ട് ഇടുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അത് നടക്കും. ഞാൻ വരുന്നത് വയനാട്ടിൽ മാനന്തവാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. ഫിനാൻഷ്യലി വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് എൻ്റെത്. പപ്പയും മമ്മിയും ഒക്കെ സാധാരണ കൂലിപ്പണിക്കാരും കൃഷിക്കാരുമായിട്ടുള്ള ഒരു ഫാമിലിയാണ് എൻ്റെത്. എനിക്ക് 3 സിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു പാജന്റിന് പങ്കെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരുപാട് പൈസ ചെലവാക്കാനൊന്നും പറ്റിയൊരു ഫാമിലിയോ അതിന് പറ്റിയൊരു കണ്ടീഷനോ ഒന്നും ആയിരുന്നില്ല എൻ്റെത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പാജന്റിന് പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് പെയ്ഡ് ആയിട്ടുള്ള ഒരു പാജന്റിന് പങ്കെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമേ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സെർച്ച് ചെയ്ത സമയത്തൊക്കെയും പാജൻസ് ഒക്കെയും പെയ്ഡ് ആയിട്ടുള്ള പാജൻസ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെഗാസസിന് ഇതിനകത്തൊക്കെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് ഒരു രജിസ്ട്രേഷൻ ഫീ പോലും വാങ്ങിക്കാതെയാണ് ഇവർ നമ്മളെ ഇങ്ങനെ ഒരു നമുക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവർ നമുക്ക് തരുന്നത്. ശരിക്കും നമ്മളൊരു മക്കളെ പോലെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവർ നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതായത് ഞാൻ എന്നോട് ചോദിക്കുന്ന ഏതൊരാൾക്കും ഞാൻ പെഗാസസിനെ റെഫർ ചെയ്ത് കൊടുക്കും. വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പം നെക്സ്റ്റ് ഇയർ മുതൽ ഉറപ്പായിട്ടും ഞാൻ ഒരാളായിരുന്നു ഈ പ്രാവശ്യം വയനാട്ടിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നെക്സ്റ്റ് ഇയറിൽ ഉറപ്പായിട്ടും ഞാൻ കൂടുതലായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇതിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഇയറിൽ വയനാടിനെ പ്രതിനിധീകരിച്ച് ഒരുപാട് കുട്ടികൾ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റത്തെ പാജന്റ് ആയിരുന്നു മിസസ് കേരള ഗ്ലോബൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ ഓരോരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ 2 ഡേയ്സ് ഗ്രൂമിങ് ആയാലും അല്ലെങ്കിൽ ഈ ഫൈനൽ സ്റ്റേജ് ആയാലും എന്തായാലും എനിക്ക് ഈ ഒരു ക്രൗണും കൂടി എനിക്ക് സ്വന്തമായിട്ട് വന്നപ്പോഴത്തേക്കും ഈ 3 ദിവസങ്ങളും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ദിവസങ്ങൾ തന്നെയായിരുന്നു. ഞാൻ ഈ ഒരു ക്രൗൺ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലെ ഇന്നർ ചൈൽഡിന് വേണ്ടി തന്നെയാണ്. കാരണം സെൽഫ് ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയാലേ നമുക്ക് മറ്റുള്ള ആൾക്കാരെയും നന്നായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ എന്നെ സ്നേഹിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ വന്നതും അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്രൗൺ എനിക്ക് കിട്ടിയതും. ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഭാഗികമായിട്ടുള്ള സൗന്ദര്യമല്ല. Beauty is not just about physical appearance. It's all about inner strength, kindness and compassion. കല്യാണം കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞതുകൊണ്ടോ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. മാരേജ് കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാതെ അതിന് വേണ്ടിയിട്ടൊന്ന് എഫേർട്ട് ഇട്ട് നോക്ക്. ഉറപ്പായിട്ടും നിങ്ങൾക്കതിന് റിസൾട്ട് ഉണ്ടാകും. ഇതുപോലുള്ള പാജൻസിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റേജിൽ കയറി നിന്ന് ജഡ്ജസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് സ്ട്രോങ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമ്പോൾ
നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ശരിക്കും ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാളെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ മിസ്സസ് കേരള 2025 എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങനൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്ന പെഗാസസിനോട് ഞാൻ എറ്റേണലി ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. DQ, a luxury redefined brand.